ഡോക്ടർ എന്താ ഈ വഴിക്ക്? ഇവിടെ അടുത്തിന്റെ ഒരു ഫ്രണ്ടിനെ കാണാമെന്നാ. ഇതാണ് എന്റെ വീട്. വെഡിങ് ആനിവേഴ്സറിക്കോ വന്നില്ല. വിരോധം ഇല്ലെങ്കിൽ ഒന്ന് കേറിയിട്ട് പോവാം. പിന്നെന്താ? ഷുവർ. കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലേക്കൊന്നും കാണാറില്ലല്ലോ. ഓ, ഹൗസ് വാമിങ്ങിനും വെഡിങ് ആനിവേഴ്സറിക്കും വരാത്ത പരിഭവമായിരിക്കും അല്ലേ? പ്രതിഷേധം ഇയാളുടെ ശരീരത്തിനോടായാലേ നഷ്ടപ്പെടുന്നത് എന്റെ അപ്പേട്ടനായിരിക്കും. 777 ലക്കി നമ്പറാണല്ലോ. ഈ നമ്പറിലെ കാർ കണ്ടെത്തിയതും രേണുവിന്റെ അപ്പേട്ടനായിരിക്കും അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അപ്പേട്ടന് വലിയ ക്രേസാ. അകത്തിരിക്കാം. ഒന്ന് മാനേജ് ചെയ്തോടെ. മിസ്റ്റർ അപ്പുകുട്ടനോടുള്ള കാര്യം രേണുവിനോട് പറഞ്ഞില്ലല്ലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. മിസ്സിസ് രേണു പറഞ്ഞിട്ട് അവർ മാത്രമേ കാണൂ. എന്താ സാർ, നിങ്ങളുടെ പ്രിയതമ എന്റെ പേഷ്യന്റാ. ഡോക്ടർ, നൈസ് ടു മീറ്റ്. നിങ്ങളെ പറ്റി രേണു പറഞ്ഞ പോലെ തന്നെ നല്ല വെളുത്ത നിറം. വെളുത്ത നിറം? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ, നിങ്ങൾ വെളുത്ത നിറമല്ലെന്നുണ്ടോ? വെളുത്തു തന്നെ. പക്ഷേ രേണു പറഞ്ഞത്ര ഹൈറ്റ് ഇല്ല. ഞാനത് അമ്പലത്തിൽ നിന്ന് വരുന്നോണ്ട് തോന്നുന്ന. സ്വന്തം ഭർത്താവിന് അല്പം ഉയരം കൂട്ടി പറയാൻ ഏതൊരു ഭാര്യയും ശ്രമിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ ചേർച്ചയുള്ള കപ്പിൾസാ നിങ്ങൾ. ഓ, അത് ശരി. അങ്ങനെ ഞങ്ങൾ ചേർച്ചുള്ള കപ്പിൾസാന്ന് പലരും പറയാറുണ്ട് അല്ലേ രേണു? വരൂ, ആശ്രയിക്കാം. എപ്പോ വന്നു? കുറച്ചു നേരം. എന്ത് നേരത്തെ വരാഞ്ഞേ? നീ ഇവിടെ നിൽക്ക, പോയി കാപ്പി എടുത്തിട്ടോ. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പതിവില്ലാത്തതാണല്ലേ ഈ വേഷം? പതിവുള്ളത് തന്നെയാ. അല്ല, രേണു പറഞ്ഞു സദാ പാന്റും കൂട്ടും ധരിക്കുന്ന ആളാണെന്ന്. ഓ, രേണു അതും പറഞ്ഞു. അവള് പറഞ്ഞാ ശരിയാ. പക്ഷെ ഇന്നത്തെ കാര്യം അവൾ മറന്നുണ്ടാവും. ഇന്നത്തെ കാര്യം? ഇന്ന് 1-ാം തീയതി അല്ലേ ഡോക്ടർ? ഓ, രാവിലെ കുളിച്ച് മുണ്ടും ചുബയായിട്ട് അമ്പലത്തിൽ പോയി. അവളെ ഞാൻ വിളിച്ചു, പക്ഷെ വന്നില്ല. ഭയങ്കര മടിച്ചാ. ഇനി വേണം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഓഫീസിൽ പോവാൻ. ഓഫീസിലോ? അതെ, എന്റെ അഡ്വർടൈസിംഗ് ഏജൻസി കമ്പനി. അപ്പോ എക്സ്പോർട്ടിംഗ്? ഓ, അതും അവള് പറഞ്ഞോ? ഒരുപാട് ഫേംസും കമ്പനീസും ഉള്ളതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാറില്ല. കാരണം ഈ റെക്കമെൻഡേഷൻ, അതിന്റെ പ്രോബ്ലംസ്. പിന്നെ ഈ അഡ്വർടൈസിംഗ് തന്നെയാണല്ലോ ഈ എക്സ്പോർട്ടിംഗ്. ഈ എക്സ്പോർട്ടിംഗ് തന്നെയാണ് ഈ അഡ്വർടൈസിംഗ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാ. നീ നമ്മുടെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ? എന്ത് പറഞ്ഞാലും എന്താ ഇതുപോലൊരു ചിരിയാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഹോസ്പിറ്റലിൽ എത്താൻ വൈകും. വെഡിങ് ഡേക്ക് ഹൗസ് വാമിങ്ങിന് വരാത്ത പരിഭവം ഇപ്പൊ തീർന്നല്ലോ അല്ലേ? വെഡിങ് ഡേക്ക് വരാതിരുന്നു ഒരു കണക്കിന് നന്നായി. ഭയങ്കര ബോർ കമ്പനി ആയിരുന്നേ അല്ലേ രേണു? നമുക്കൊരു ഒരുമിച്ച് കൂടാ. ഞാൻ കിട്ടുന്ന ആയിക്കോട്ടെ. ഓക്കെ. ഹലോ, അത് ഞാനല്ല. എന്റെ ഡോക്ടറെ, ഇതുപോലൊരു നോട്ടം പണ്ട് ഞാൻ നോക്കിയതാ. ഇത് ഇവളുടെ ചേച്ചി ഹസ്ബൻഡുവാ. ഇപ്പോഴും ഇവരെ ഒരുമിച്ച് കണ്ടാൽ എനിക്ക് തെറ്റിപ്പോവും. റയറായിട്ടുള്ള ട്വിൻസാ അല്ലേ രേണു? ട്വിൻസ് ആണല്ലേ? ശരി, ആയിക്കോട്ടെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. അയ്യ, കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റിയ സാധനം. ശരി, ബൈ ബൈ. പെട്ടെന്നൊന്ന് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിടിയിട്ടില്ല. പിന്നെ ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ എന്റെ റോൾ എന്താന്ന് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഇങ്ങനെയൊക്കെ ഞാൻ പെർഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ രേണു ഡോക്ടറോട് പറഞ്ഞ എല്ലാ കള്ളങ്ങളും പൊളിയുമായിരുന്നു. പിന്നെ നാളെ ഡോക്ടറെ മുഖത്ത് നോക്കാൻ പറ്റുമോ? സത്യത്തിൽ നന്ദി പറയേണ്ടത് എന്നോടാ. ഏതായാലും ചിങ്ങു ഒന്നിന് രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ്, എ റൊമാൻറ്റിക് ഹീറോ, മിസ്റ്റർ പ്രേം. കാണുന്നില്ല. ആ ബാത്റൂമിൽ എവിടെയെങ്കിലും നോക്ക്. എല്ലായിടത്തിലും തേടിയാച്ചില്ല. ആ
കടവുള് 3-4 ദിവസമായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ റോന്തുറ്റുണ്ടായിരുന്നു. അവൻ കൊണ്ട് കാണും. എന്ത് കടവുൾ? ആ പിച്ചക്കാരൻ ഓൻ കടവുൾ. ஐயோ அண்ணா அப்படி சொல்லாதீங்கண்ணா சாமி சொல்லக்கூடாது. എടി സൊല്ലാണ്ടെങ്ങനെയാ, സൊല്ലാതെ എങ്ങനെയാ? എടി അവനെ പിടിച്ച് നീ ഇവിടെ കയറ്റിയിരുത്തിട്ട് പാല് കൊടുക്കല്, പഴം കൊടുക്കല്, TV കാണിക്കല്, എന്തെല്ലാം ആയിരുന്നു. എന്നെ പിടിച്ച് അവന്റെ അടുത്തിരുത്തിയില്ലടി. അവനെ വൃത്തിയട്ടവൻ എന്റെ വായി കയറ്റിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു. എന്താടി അവന്റെ പേര്? കാതലൻ, വൃത്തിയട്ടവൻ, പുഴുപ്പല്ലൻ, പാണ്ടി, നീഗ്രോ. എടി എടി അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ പൊക്കോട്ടെ, ഞാൻ സഹിച്ചേനെ. പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കിയോ. இவ்வளவு ஓலியம் வேணாம், உட்கார். உட்கார். அதை எடுத்து படி. சத்தமா படி. ഇത് സംസ്കൃത, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ വീശാൻ എടുത്തതാ. அப்படினா வீஸ். அப்போ மண்டோதரி வந்தா நான் எத்தனை நாளா சொல்லிட்டே இருக்கு, நம்ம ருக்கு வீட்டுக்கு போனோம், நம்ம ருக்கு வீட்டுக்கு போனோம்னு. எதுக்கடி? ஓ, உங்களுக்கு ஒண்ணும் தெரியாதா? பிரேமன் ஆபீஸுக்கு போனதுக்கு அப்புறம் ருக்கு தனியா தானே அங்க இருக்கு. கண்ணே தேனேன்னு பார்க்க வேண்டிய டைம் தானே இது. எனக்கும் அது தானடி டென்ஷன். நீ ஒரு காரியம் செய், சீக்கிரம் ரெடி ஆயி வா. இப்பவே அவளை கூட்டிட்டு வரேன். ஓ கடவுளே, என்று நல்ல காப்பாத்துக்கணும். டைம் ஆச்சு, சீக்கிரம் கிளம்பணும். என்ன அந்த மாதிரி ஆடுவீங்க? ருக்கு, നീ പോയി കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക്. என்னப்பா ஏன்டா கத்துற? അപ്പാ, എല്ലാ പെൺകുട്ടികളെയും 7ാമത്തെ മാസത്തിലെ പ്രസവത്തിന് കൂട്ടിട്ട് പോകുന്നു. ஆனா ஏன் ருக்குரை மட்டும் எதுக்காக இந்த மாசத்துல தான் கூட்டிட்டு போறேன்? அண்ணா, நீ ஆபீஸுக்கு போயதுக்கு அப்புறம் ருக்கு இங்க தனியா தானே, நீ எதுக்கு கவலைப்படணும்? உனக்கு டைம் கிடைக்கும்போதெல்லாம் என் வீட்டுக்கு வரலாமே. എനിക്ക് ഇവിടെ നിറയെ ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് വരുന്നത്? അല്ല ருக்கு. ஆமாப்பா, அவர் சொல்றது உண்மைதான். யோ, டைம் ஆச்சு. ராகாரத்துக்கு முன்னாடி வீட்டுக்கு எத்தணும். சாமி கும்பிடு. கடவுளே, வா. அப்பா பொட்டி நில்ல ருக்கு. டாக்டர் என்ன சொல்லிருக்க? அப்படி பண்ண கூடாது. மாற மாற. பாத்து அப்பா, பொட்டி போடி. நானா, சீக்கிரம் எடுத்து வாடா. வா. வாங்க. അമ്മയെ കിട്ടിക്ക. என்னது? അമ്മയെ കിട്ടണ സമയത്തൊക്കെ രുക്കുനെ നോക്കണേ. மெதுவா மெதுவா. என்னடி என்ன? சனிக்கிழமையான எண்ணெய் தேய்ச்சி குளிக்கணும், ஒழுங்கா ஆபீஸ் போகணும், கரெக்டா சாப்பிடணும், அழக்கூடாது. அழாதீங்கண்ணா, எண்ணெய் போயிட்டு வரேன். அம்மா நல்லா பாத்துக்கணும். மனசே வரலப்பா. நேரமா என்ன என்ன இங்க வா. அண்ணா, சொல்றதுல ஞாபகம் இருக்குல்ல? ஊருக்கு போயாச்சு. என் பொண்டாட்டி ஊருக்கு போயாச்சு. അപ്പുകുട്ടാ, പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽ പുള്ളി ഞാനിപ്പോ. ഇനിയുള്ള ദിവസം ഞാനിവിടെ ഒരു കലക്ക് കലക്കും. അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ? ക്രിമിനൽ ഇയാളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ. മനുഷ്യൻ എത്ര പെട്ടെന്ന് മനസ്സിലാവും. ഇയാളെന്താ തുരുമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്ന? ഇങ്ങോട്ട് ഇറങ്ങിട്ടാ 100 കിലോ കട്ടി പിടിച്ച് വെക്കണോ? 100 കിലോന്റെ കട്ടി കാണില്ല മുതലാളി. ഓഹോ, കട്ടിന്ന് കട്ടി വിറ്റ 100 കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളി ആയേനെ. ആ, നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചു മാറ്റി വിറ്റ് മുതലാളിയാവും. സാരമില്ല മുതലാളി, 100 കിലോന്റെ കട്ടിക്ക് വരല്ല ഞാൻ കയറിയിരിക്കണത്. ഓ, 100 ഗ്രാം അല്ല 100 കിലോയാ വേണ്ടത്. എന്നാ മുതലാളി കൂടി കയറിയിരി. അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റണ്ട. ഇങ്ങോട്ട് എടുത്ത് വെക്കണോ? എടുത്ത് വെക്കണോ? 100 ഗ്രാമും ഇല്ലേ നീ? நல்லா இருக்கா? ഇതും കൂടി എടുത്ത കൊല്ലം കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ഇതിന് എത്രയാ? 2500 രൂപ. ഇത് കൊടുത്ത് നീയും കൂടാന്ന് ഇതിൽ കൂടുതൽ വരാം. എന്ത്? என்னன்னா? അല്ല, ഈ സാരി എന്റെ രുക്കു കൊടുത്തത് നല്ല ആർക്കെന്ന് ചൊല്ലിയതാ. அப்படினா ഇത് വാങ്ങണോ രുക്കു? ഇത് വില ரொம்ப ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. அந்த ஆளு ஆமாண்ணா, பார்த்தா அவர மாதிரியே இருக்கு. ஆனா அவர் இப்படி இந்த வேஷத்துல போய் பார்த்துட்டு வரலாமா? இப்ப வரா. வாங்க. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. അമേരിക്ക? ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി. ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പൂർ കൺട്രിമാൻ ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല,
എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ഓൻ കടവുൾ ஆமாண்ணா ஓ ரேதா യെസ് ദ സെയിം ബെക്കർ കാതലൻ നോ K.A. Thalan. ഇത്രയും പെട്ടെന്നൊരു ചേഞ്ച്. അല്ലറ ചില്ലറ മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ, ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? യെസ് ഡാർലിംഗ്. രുക്കു, ശാന്ത. അവളേതാ? ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ ബില്ല് വെരി ചീപ്പ്, ഓൺലി 4000 rupees. അട്ട് ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. അയ്യാ, ആന്റി സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. ആന്റിയാണോ? വേഗം വരൂ. അങ്കിളോ? ഞാൻ അങ്കിളൊന്നല്ല. എന്നെ റുക്ക് ഇതെല്ലാം. ഓടി നീங்க வாங்கண்ணா.